സോറി സാർ, ഞാൻ അങ്ങനെ പറഞ്ഞതിന്. സാറ് ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഹോട്ട് ആൻഡ് സെക്സി സാറിന് വേണോ? എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെയാ? എന്റെ ശമ്പളം 1 ലക്ഷമല്ലേ, അത് 2 ലക്ഷമായിട്ട് മാറ്റിയാൽ മതി. എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് തരാം. കൂടുതലായിട്ടൊന്നും ആലോചിക്കാനില്ല. ഞാനൊരു അനാഥനായ പയ്യനാണ്. എനിക്ക് മണി എന്ന ഇമോഷൻ അല്ലാതെ വേറെ ഒരു ഇമോഷനുമില്ല. ഇതാണ് സിറ്റുവേഷൻ. നീ ആ ജോൽസിനെ കണ്ടിട്ട് വന്നതിന് ശേഷം HR-ന്റെ കൂടെ കിടക്കുമെന്ന് വിചാരിച്ചപ്പോ അതും പാഴായി പോയി. ദേ ഇവിടെ ഈ ചുമരന്റെ അപ്പുറത്ത് തന്നെ ഞാനുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പേടിയല്ലേ, ചേട്ടാന്ന് വിളിച്ച് എല്ലാം നശിപ്പിച്ചു. ഒന്നിനും കൊള്ളാത്തവൾ. സത്യത്തിൽ ഞാൻ എത്ര കഷ്ടപ്പെടുന്നു നിനക്കറിയാവോ? നീ ആ ജോൽസിന്റെ അടുത്ത് തന്നെ പോണെന്ന് പറഞ്ഞൊരു ഓട്ടോ സെറ്റ് ചെയ്ത്, ഞാൻ പറയുന്നത് പോലെ തന്നെ അവനെ കൊണ്ട് പറയിക്കാൻ കാശും കൊടുത്ത് സെറ്റ് ചെയ്ത്, ഇത്രയും ദിവസം ജോലി പോയെന്നും പറഞ്ഞ് നിന്റെ അടുത്ത് അഭിനയിച്ച്, സത്യത്തിൽ എനിക്ക് എത്ര മെന്റൽ സ്ട്രെസ് ആവുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പൂടി. അതുകൊണ്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ പറയുന്ന പോലെ ചെയ്യാം. സുന്ദരി, എന്താ കാണിക്കുന്നത്? സുന്ദരി, ഞാൻ പറയുന്നത് കേക്ക്. എന്തിനാണ് ഈ ഓവറാക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവാണ്, നിന്റെ ഭർത്താവ്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ ചെയ്യും. എടി, മാസം 2 ലക്ഷമാണ്. അതിനു വേണ്ടിയല്ലേ നിന്നോട് ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്? മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്താൽ കിട്ടും. നീ ആ ഒരു കാര്യം ചെയ്താൽ നമുക്ക് കിട്ടും. ഇതിൽ എന്ത് തെറ്റാ ഉള്ളത്? നീ നാട്ടുമ്പുറം ആയതുകൊണ്ടാണ് നിനക്കിതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നുന്നത്. ഇത് വളരെ ചെറിയ കാര്യമാണ് സുന്ദരി, വളരെ ചെറിയ കാര്യം. ഇനി ഈ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. മാറ്റർ നിനക്ക് എന്തായാലും പിടികിട്ടിയില്ലേ? ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഈവനിങ് അയാൾ വരും. അയാൾക്ക് വേണ്ടത് നീ കൊടുക്കണം, എനിക്ക് വേണ്ടത് അയാൾ തരും. പറ്റില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. മനസ്സിലായില്ലേ? എത്ര വലിയ വീടാ സുന്ദരി. അത്രയും കാശ് കിട്ടിയാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും ഒന്ന് ആലോചിക്കേ. നീ സമയമെടുത്തോ, നിനക്ക് എത്ര വേണമെങ്കിലും സമയമെടുത്തോ. നല്ലപോലെ ആലോചിക്കേ. എന്ത് തീരുമാനിച്ചു? എന്ത് പണിയാ മോളെ നീ കാണിച്ചേ? അവൻ അത്രയ്ക്ക് ചീത്തയായിരുന്നെങ്കിൽ പോലീസിലോ ഞങ്ങളോടോ പറയായിരുന്നില്ല. നീ എന്തിനാ കൊന്നത് മോളെ? ഭർത്താവാണെങ്കിൽ കുടുംബം പോറ്റണം. അതേ ഭർത്താവ് വേറൊരാളുടെ കൂടെ കിടക്കാൻ പറഞ്ഞ അതാരോടും പറയേണ്ട ആവശ്യമില്ല. കൊന്നേ തീരൂ. ഇത്രയൊക്കെ ആയിട്ടും നീ മാത്രം എന്തിനാ ജീവനോടെ ഇരിക്കുന്നത്? നാളെ ഈ കാര്യം പോലീസ് അറിയും, പിന്നീട് നാട് മുഴുവൻ അറിയും. ഇനി നീ ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇല്ല അച്ഛാ, എനിക്ക് ജീവിക്കണം. ആർക്ക് വേണ്ടി? എന്റെ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടി.